Hello everyone, welcome back to our channel and this is MYSELFSHILPA. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക സോ ദാറ്റ് എനിക്ക് നല്ല നല്ല വീഡിയോസ് ഇനി ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ നമ്മളെന്ന് പറയുമ്പോൾ ഒരു ദിവ്യൌഷധം എന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലേ, എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെ കയ്യിലും ആ സാധനം ഉണ്ട്, പക്ഷെ അതെന്താണ് എങ്ങനെയാണ് ഉപയോഗിക്കുക നമ്മൾ വളരെയധികം ഇഗ്നോർ ചെയ്യുന്നൊരു സംഭവമാണ്. കാരണം ധാരാളം കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഉള്ളൊരു സാധനമാണിത്. അപ്പോൾ നമ്മൾ ഇതിനെ പക്ക ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ അടുത്താണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ള് കാണാം. ഓക്കെ, അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യുക. കാരണം ഞാനതിൽ ധാരാളം സ്റ്റൈലിംഗ് വീഡിയോസും വേറെ സെൽഫ് പോർട്രേറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക. അത് മാത്രമല്ല ഇല്ല Q&Aയും കാര്യങ്ങളൊക്കെ അതിലാണ് ഇടാറ്. ഗീവ് അവേ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ അതിലാണ് വരാറ്. പ്രോഡക്റ്റ് റിവ്യൂസും എല്ലാം, ലിറ്ററലി എല്ലാം. ഓക്കെ, അപ്പോൾ അതിൽ പോയി ഫോളോ ചെയ്യുക. എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സംഭവത്തിന് ധാരാളം അധികം ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ, നമ്മുടെ ബോഡിക്കായിക്കോട്ടെ, നമ്മുടെ ഹെയറിനായിക്കോട്ടെ, നമ്മുടെ ഓവറോൾ ഹെൽത്തിനായിക്കോട്ടെ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് പ്ലേ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഓയിൽസാണ്. ഓക്കെ, ഓയിൽസ് നമ്മുടെ വീട്ടിൽ എസ്പെഷ്യലി കേരളത്തിൽ എല്ലാവരുടെ കയ്യിലുള്ളൊരു സാധനമാണ് ഓയിൽസ്. ഇനി ഓയിൽസിന് എന്തൊക്കെയാണ് കുക്കിംഗ് അല്ലാണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓയിൽ പുള്ളിങ്ങിനെ പറ്റിയിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ദി ബെസ്റ്റ് മോസ്റ്റ് ഹെൽപ്ഫുൾ സാധനം എന്ന് പറയാൻ നമ്മുടെ ഈ ബാഡ് ബ്രെത്ത്, അതുപോലെ തന്നെ വേർപ്പ്, എന്താ പറയുക, പിന്നെ സ്കിന്നിൻ്റെ ഇഷ്യൂസ്, ബോഡിയുടെ പല ഇഷ്യൂസ്, അതുപോലെ തന്നെ ഈ ഡ്രൈ സ്കിൻ, അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ആ ഒരു ഓയിൽ പുള്ളിങ്ങിലൂടെ മാറ്റാനായിട്ട് പറ്റും. സെലിബ്രിറ്റി സീക്രറ്റ്സ് എന്താണ് അതിനെ പറയാം, ധാരാളം സെലിബ്രിറ്റീസ് ലൈക്ക് ശില്പ ഷെട്ടി, അങ്ങനെ കുറേ പേരുടെയും ഞാൻ ഈ സംഭവം ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഓയിലിൻ്റെ കുറച്ചും കൂടെ വൈഡ് റേഞ്ച് ഓഫ് എക്സ്പീരിയൻസസും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാണ്ട് വീഡിയോ ഫുൾ കാണാം. ഓക്കെ, ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ സ്കിൻ ക്ലെൻസിങ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഓയിലി സ്കിന്നുകാർക്ക് എന്തായാലും ഓയിൽ ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഒരു തിയറി ഉണ്ട്, അതായത് ഓയിൽ ക്ലെൻസിങ്ങിനൊരു തിയറി ഉണ്ട്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് നമുക്കറിയാം. ഈ ഒരു തിയറിയാണ് അവിടെ വർക്കാവുന്നത്. നമ്മുടെ സ്കിന്നിനകത്ത് ഉള്ള ഡേർട്ട് എന്ന് പറയുന്നത് ഓയിലാണ്. സെബേഷ്യസ് ഫിലമെൻറ്റ്സ് ഉണ്ടാകും, സെബേഷ്യസ് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽസാണ് നമ്മുടെ കുഞ്ഞു പാടുകൾ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ആ പാടുകളെ, പ്രശ്നങ്ങളെയൊക്കെ പാടുകളല്ല, ഈ കുഞ്ഞു ബംസ് വരില്ലേ, അപ്പോൾ അതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രിക്ക്. അതായത് നമ്മൾ കുറച്ച് ഓയിൽ എടുക്കുക കയ്യിൽ. ഓയിലി എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് ഓയിൽ എടുക്കുക കയ്യിൽ, നന്നായിട്ട് വാമപ്പ് ചെയ്യുക. ഇനി നന്നായിട്ട് മസാജ് ചെയ്യാൻ തുടങ്ങുക സ്കിന്നിൽ. ഓക്കെ, മസാജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 15 to 20 minutes ആണ്. 15 minutes എങ്ങാനും ചെയ്യുക. ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. പക്ഷേ ഒരിക്കലും ഇങ്ങനെ മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഡൗൺ ആവും, ഭയങ്കര ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആവും. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ധാരാളം സ്കിൻ മസാജിങ്, അതായത് ഫേസ് മസാജസ് വീഡിയോ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ നല്ലത് കുറച്ച് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതിൽ എങ്ങനെയാണ് മസാജ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതുപോലെ നന്നായിട്ട് മസാജ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ കൈ എടുക്കാണ്ട് മസാജ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക. മസാജ് ചെയ്ത് ഒരു 20 minutesൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കുഞ്ഞു പാടുകൾ വരും. ഞാൻ അതിൻ്റെ പറ്റുകയാണെങ്കിൽ ഒരു ഡെമോ അവിടെ ചെയ്യാം. ഓക്കെ, കുഞ്ഞു പാടുകൾ വരും. പാടുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞു പീസുകൾ വരും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെബേഷ്യസ് ഫിലമെൻറ്റ്സ് ആണ്. ഓക്കെ, സെബേഷ്യസ് ഫിലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കുഞ്ഞു എന്താ പറയുക, ഡേർട്ടും എല്ലാം കൂടെ വരുന്നതാണ് ഈ സെബേഷ്യസ് ഫിലമെൻറ്റ്സ് എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് സാധനം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ ഒരു സാധനം നിങ്ങൾ ഒരിക്കലും ഡെയിലി ഉപയോഗിക്കരുത്, വീക്കിലി ഒന്നും ഉപയോഗിക്കേണ്ട. ഓയിലി സ്കിൻകാർ എസ്പെഷ്യലി മന്ത്ലി വൺസ് ഒക്കെ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡ്രൈ സ്കിന്നാണെങ്കിൽ വേണമെങ്കിൽ ഒരു മാസത്തിൽ 2-3 വട്ടമൊക്കെ ചെയ്യാം. അല്ലാണ്ട് ഓവറായിട്ട് ചെയ്യേണ്ട. കാരണം നമ്മുടെ മസാജിങ് തെറ്റായി പോകുകയാണ്, കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും തെറ്റിപ്പോവും. ശ്രദ്ധിക്കേണ്ട കാര്യം, കോൾഡ് പ്രസ് ഓയിൽ ആണെങ്കിൽ എന്തായാലും മാത്രം ഉപയോഗിക്കുക. കോൾഡ് പ്രസ്ഡ് ഓയിൽസ് മാത്രം ഫേസിൽ ഉപയോഗിക്കുക. കാരണം അതാണ് കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിനും നല്ലത്. മറ്റേത് റാൻഡമായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന കാസ്റ്റർ ഓയിലും വെച്ച് ഉപയോഗിക്കരുത്.
നേരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇവരെപ്പോഴും നല്ല കോൾഡ് പ്രസ്ഡ് ഓയിൽസ് തന്നെ സ്കിന്നിൽ ഉപയോഗിക്കുക. ഓക്കെ, ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ആവുക കാസ്റ്റർ ഓയിലാണ്. ഓക്കെ, കാസ്റ്റർ ഓയിൽ, ഒലീവ് ഓയിൽ അങ്ങനത്തെ സാധനം മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ മിക്സിങ്ങിൻ്റെ കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത മെത്തേഡും ഒരു കൈൻഡ് ഓഫ് ഓയിൽ ക്ലെൻസിങ് മെത്തേഡ് തന്നെയാണ്. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ ഫേസ് വാഷ് വെച്ച് മുഖം കഴുകുന്നില്ലേ, ആ ഒരു സാധനം നിർത്തിയിട്ട് ഓയിൽ വെച്ച് മുഖം കഴുകാം. അതായത് കുറച്ച് ഓയിൽസ് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് കോക്കനട്ട് ഓയിൽ എന്തായാലും ഓയിൽ സ്കിന്നിന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ചിലവർക്കത് പൊങ്ങി വരും. അതല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ, ഒലീവ് ഓയിൽ, അങ്ങനെ കുറച്ച് ആൽമണ്ട് ഓയിൽ, ഹോഹോബ ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് വെക്കുക. രാവിലെ എണീക്കുമ്പോൾ ഒരു പമ്പ്, ഒന്നര പമ്പ് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് നന്നായിട്ട് വെക്കുക. എന്നിട്ട് ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എന്തെങ്കിലും എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ മുക്കുക. അതായത് ഭയങ്കര പൊള്ളണ ചൂടല്ല, അതായത് കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെക്കുക. അപ്പോൾ ആ വേപ്പേഴ്സ് നമ്മുടെ സ്കിന്നിനകത്ത് നന്നായിട്ട് അബ്സോർബ് ആവും. അതിനുശേഷം വൈപ്പ് ചെയ്ത് കളയുക, നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 2-3 വട്ടം വൈപ്പ് ചെയ്ത് കളയുമ്പോൾ തന്നെ മുഖത്ത് ആ ഓയിലിനെസ് പോയിട്ട് ഒരു ഗ്ലോ വരും സ്കിന്നിന്. ഇത് ഡെയിലി ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 7 ദിവസം മാക്സിമം ആയിട്ടുണ്ട്. എൻ്റെ സ്കിന്നിൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു പാടുകളുണ്ടായിരുന്നു. പാടുകളല്ല, ഈ പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പിമ്പിൾസിൽ കുഞ്ഞി ബംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്തായാലും ഹെൽപ്ഫുൾ ആവും, കാരണം ഇത് ധാരാളം ആൾക്കാരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ധാരാളം ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും പറയണ പോലെ ഓയിൽസ് ഏതാണോ ഉപയോഗിക്കുന്നത് അതിൽ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ദിവ്യ ഔഷധം എന്ന് പറയുന്ന സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടിപ്പും കൂടെ കാണാനായിട്ട് മറ്റേ വീഡിയോ പോയി കാണാം, ഡീറ്റെയിൽഡായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫുൾ ബോഡിക്ക് ഈ ഒരു സംഭവം ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഹെൽപ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ട്രൈ ചെയ്യാനായിട്ട് ചാൻസസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത് താഴെ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക, കാരണം ധാരാളം പ്രോബ്ലംസിന് ഇതൊരു സൊല്യൂഷനാണ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും പറ്റിയതുണ്ട് എൻ്റെ അടുത്ത് വരരുത്, കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽസ് എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. സോ ബൈ, ടേക്ക് കെയർ.